നമസ്തേ, ഞാൻ മിനി ഹരികുമാർ. ദൃഷ്ടിയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പണ്ട് ഒരുപാട് ഗുണപാഠ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ മക്കൾക്ക് ഇന്നത് കേൾക്കാനുള്ള സാഹചര്യമില്ല, സമയമില്ല. അതുകൊണ്ട് ഒരു ഗുണപാഠ കഥയാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുതിരയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഒരിടത്ത് രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു. അവർ വളരെ ഭയങ്കര കൂട്ടുകാരായിരുന്നു, ഭയങ്കര ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ അവർ രണ്ടും കൂടെ തീരുമാനിച്ചു, എങ്ങനെയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റുക, ഒരു ബിസിനസ് ചെയ്താലോ, അപ്പോൾ എന്താവും ബിസിനസ്, അങ്ങനെ പലവിധ കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചു. അപ്പോൾ എന്ത് ചെയ്താലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് അവരിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. എന്താണെന്നോ ആ തീരുമാനം? അവർ തീരുമാനത്തിലെത്തിയത് ഒരു കുതിരയെ വാങ്ങിക്കാം. എന്നിട്ട് കുതിരയെ വാങ്ങിച്ചാലോ, കുതിരയെ വാങ്ങിച്ചിട്ട് അതിൽ ഇങ്ങനെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പം അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് സഞ്ചാരത്തിനായിട്ട് ഉപയോഗിച്ച് അതിനൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് മാറ്റാം എന്നവർ തീരുമാനിച്ചു. രണ്ട് കുതിരയൊന്നും വാങ്ങിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. രണ്ട് പേരുടെ ഒരു കുതിരയെ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കുതിരയെ വാങ്ങിക്കണമെങ്കിൽ അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം. അങ്ങനെ അവർ അടുത്ത ഗ്രാമത്തിൽ പോയി കുതിരയെ വാങ്ങിക്കാനായിട്ട് ഉള്ള പൈസയൊക്കെ സ്വരുക്കൂട്ടി അവരിങ്ങനെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ആ അടുത്ത ഗ്രാമം എന്ന് പറയുന്നത് ഇവരുടെ ഗ്രാമം കഴിഞ്ഞ് ഒരു വനമുണ്ട്. ആ വനം കടന്നിട്ട് വേണം ഈ അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലാൻ. അങ്ങനെ അടുത്ത ഗ്രാമത്തിൽ ചെന്ന് അവരൊരു കുതിരയെ വാങ്ങിച്ച്, അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു കുതിരയെ വാങ്ങിച്ച് അവർ തിരികെ വന്നു. തിരികെ വരുന്ന വഴി ഈ വനത്തിൽ കൂടി വേണമല്ലോ അവർക്ക് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് എത്താൻ. ആ വനത്തിൻ്റെ ആ ഭാഗത്താകുമ്പോഴേക്കും നേരെ നന്നേ ഇരുട്ടി. നല്ലതായിട്ട് കള്ളന്മാരുടെയൊക്കെ ശല്യമുള്ള പ്രദേശമാണ്. അപ്പോൾ അവർ പറഞ്ഞു, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ചങ്ങാതി, നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചാൽ ഒരു പക്ഷേ ഈ വനത്തിനുള്ളിൽ ഒരുപാട് കള്ളന്മാർ, കൊള്ളക്കാർ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കുതിരയെ ആരെങ്കിലും കൊണ്ടുപോയാലോ? അതുകൊണ്ട് നേരം വെളുത്തിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് ഈ വനത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ ഈ കാടിൻ്റെ ഇവിടെ വിശ്രമിച്ച് നമ്മൾ ഉറങ്ങിപ്പോയാൽ ഈ കുതിരയെ ആരെങ്കിലും കൊണ്ടുപോയാലോ? അപ്പോൾ അവർ രണ്ടും കൂടി ഒരു തീരുമാനമെടുത്തു. രാത്രിയുടെ പകുതി യാമം വരെ ഒരാൾ ഉറങ്ങാതിരിക്കണം. ആ ആൾ ഉണർന്നു വന്നിട്ട്, ഉറങ്ങുന്ന ആൾ ഉണർന്നു വന്നിട്ട് അടുത്ത ആളിനെ ഉറക്കണം. അങ്ങനെ രണ്ടുപേരും രാത്രിയുടെ പകുതി സമയം ഒരാൾ ഉറങ്ങുക, ആ ആൾ എഴുന്നേറ്റ് വരുമ്പം അടുത്ത പകുതി സമയം മറ്റേ ആൾക്ക് ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഉണർന്നിരിക്കുന്ന ആൾ കുതിരയെ സംരക്ഷിക്കുക. അങ്ങനെ നേരം വെളുക്കോളം ഇരുന്ന് കുതിരയെ കൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാം എന്നുള്ള തീരുമാനത്തിൽ എത്തി. അങ്ങനെ ആദ്യത്തെ ചങ്ങാതി ഉറങ്ങാൻ കിടന്നു. കുതിരയെ ഒരു കുറ്റിയിൽ, അങ്ങനെ ഒരു ചെറിയ മരക്കുറ്റിയിൽ അങ്ങനെ കെട്ടിയിട്ടു. ഈ ആദ്യത്തെ ചങ്ങാതി ഉറങ്ങാൻ കിടന്നു. മറ്റേ ചങ്ങാതി ഒരു മരത്തിൽ ചാരി ഇങ്ങനെ ഇരുന്നു. എന്താ വെച്ചാൽ ഉറങ്ങാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. ഇരുന്നിരുന്ന് നേരം വെളുത്തപ്പോൾ ഈ ഉറങ്ങിക്കിടന്ന ചങ്ങാതിയുടെ ദേഹത്തേക്ക് സൂര്യപ്രകാശം അടിച്ചപ്പം, വെയിലടിച്ചപ്പം അദ്ദേഹം ചാടി എണീറ്റ് നോക്കുമ്പം തൻ്റെ കൂട്ടുകാരൻ ഉറങ്ങാതെ അങ്ങനെ ആ മരത്തിൽ എപ്പോഴാണോ അദ്ദേഹം ഉറങ്ങാൻ കിടന്നത് ആ ഇരിക്കുന്ന ഇരിപ്പ് അപ്പോഴും ഇരിപ്പുണ്ട്. അദ്ദേഹം ചാടി എണീച്ച് വന്നിട്ട് തട്ടി വിളിച്ചു, ചങ്ങാതി, നീ എന്തേ രാത്രിയുടെ പകുതി യാമമായപ്പോഴെന്നെ ഉണർത്താഞ്ഞത്? നിനക്കുറങ്ങണ്ടേ? ഞാനപ്പോൾ ഉണരുമായിരുന്നല്ലോ, നീ എന്താ എന്നെ ഉണർത്താഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം നിർവികാരനായിട്ട് മറ്റേ ചങ്ങാതി പറഞ്ഞു, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു പോയി, അതുകൊണ്ട് ഞാൻ മറന്നുപോയി നിന്നെ വിളിക്കാൻ. അപ്പം ചോദിച്ചു, ആട്ടെ, നീ എന്താണ് നീ ഈ രാത്രിയുടെ പകുതി യാമം വരെ ഞാൻ ഉറങ്ങുന്ന എന്നെ പോലും ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഈ ഗാലക്സിയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചങ്ങനെ ഇരുന്നു പോയി. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആട്ടെ, ആ രാത്രി പകുതിക്ക് ശേഷം നീ എന്താണ് ചിന്തിച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. നമ്മളിപ്പോൾ ഈ കുതിരയും കൊണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എന്താ ജീവിതം, ഒരിക്കൽ മരിക്കേണ്ടതായിട്ടുള്ള ഈ ജീവിതമൊക്കെ എന്താണെന്ന് അങ്ങനെ ബാക്കി സമയത്ത് ഞാൻ ചിന്തിച്ചു. അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഈ ചങ്ങാതി ചോദിച്ചു, ആട്ടെ, നീ എന്നെ ഇത്രയും സമയം ഉണർത്തിയില്ലല്ലോ, എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട്. ഞാൻ ഉണർന്നു വരുമ്പോഴും നീ ചിന്തിക്കുകയായിരുന്നു, അതെന്താണ് നീ ചിന്തിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അതേ നിർവികാരതയോടെ ആ ചങ്ങാതി പറഞ്ഞു, ഞാൻ അന്നേരം ആ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്നാലും ആരായിരിക്കും നമ്മുടെ കുതിരയെ കൊണ്ടുപോയത് എന്നാണ് ചിന്തിച്ചതെന്ന്. ആലോചിച്ച് നോക്കൂ, ഈ ചങ്ങാതി ഉണർന്ന് കുതിരയ്ക്ക് കാവലിരിക്കുമ്പം കുതിരയെ ആമ്പിള്ളാർ അടിച്ചുകൊണ്ട് പോയി.
കാരണം കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉണർന്നിരിക്കുമായിരുന്നു, അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് കള്ളന്മാർ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞാൻ ആ സമയത്ത് നേരം പുലർന്നതിന് ശേഷം ഞാൻ ആലോചിച്ചത് ആരായിരിക്കും നമ്മുടെ കുതിരയെ കൊണ്ടുപോയത് എന്നാണ്. എൻ്റെ കൂട്ടുകാരെ, ആലോചിച്ച് നോക്കൂ. നമ്മുടെ അവസ്ഥയാണ്. നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണ്, നമ്മളെല്ലാറ്റിനും കാവലാണെന്ന് പറയും. ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഹിന്ദു സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണ് എൻ്റേത്. അതുകൊണ്ട് നമ്മൾ പറയും എല്ലാവരും സനാതന ധർമ്മത്തിൻ്റെ കാവലാളുകളാണ്. ഒരുപാട് സംഘടനകൾ കൂടിയിട്ട് ഈ നമ്മുടെ ഈ ധർമ്മത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയാണ്. ഞങ്ങളെല്ലാവരും കണ്ണു തുറന്ന് ജാഗ്രതയോടെ നിർത്തുകയാണെന്ന് പറയുമ്പം വലിയ വലിയ കൊള്ളക്കാരും കള്ളന്മാരും കൂടെ കൂടിയിട്ട് അതിനെ മൊത്തത്തിൽ മുച്ചൂടെ നശിപ്പിച്ച് കൊണ്ടുപോകുന്നത് കണ്ണു തുറന്ന് ആരും കാണുന്നില്ല. അതുകൊണ്ട് കണ്ണു തുറന്നിരിക്കുന്നവർ കാണുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരെ, ജീവിതത്തിലായാലും അതേപോലെ ധർമ്മത്തിലായാലും ഏത് സമയമായാലും കണ്ണു തുറന്നിരുന്നത് കൊണ്ട് കാര്യമില്ല. ശ്രദ്ധയില്ല എങ്കിൽ, കണ്ണു തുറന്നിരിക്കുന്നവന് ശ്രദ്ധയുണ്ടെന്ന് പറയാൻ പറ്റില്ല. കണ്ണു തുറന്ന് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കണ്ണു തുറന്ന് ഇരുന്നിട്ട് യാതൊരു കഥയുമില്ല. കാണണം, ശ്രദ്ധാപൂർവം കാണണം. ഇല്ലെങ്കിൽ ഈ ചങ്ങാതിമാരുടെ കുതിരയെ നഷ്ടപ്പെട്ടതുപോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഗുണപാഠം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത കഥയിലേക്ക് പോകും വരേക്കും നമസ്കാരം. നമസ്തേ.